ഈ 35 വയസ്സ് വരെയാണ് എഗ് ഫ്രീസിംഗ് പറ്റുള്ളൂ. അതിനുശേഷം എഗ് ഫ്രീസിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്കില്ല. ഇതെന്താണ് സത്യത്തിൽ ഈ എഗ് ഫ്രീസിംഗ് ഡോക്ടറെ? നമ്മൾ നേരത്തെ അവർക്ക് ആ സാൽവേജബിൾ ആയിട്ടുള്ള ആ ഒരു അണ്ടത്തിൻ്റെ പൂള് അതെടുത്ത് നമുക്ക് ശീതീകരിച്ച് വെക്കാവുന്ന ലോങ് ടേം ആയിട്ട് ഫ്രീസ് ചെയ്ത് വെക്കാവുന്ന ഒരു പ്രൊസീജിയറാണ് എഗ് ഫ്രീസിങ്. എഗ് ഫ്രീസിംഗ് പെയിൻഫുൾ ആണോ? പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമേ അല്ല ഇത്. നമ്മളിപ്പോൾ IVF ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന പോലെ തന്നെ നമ്മൾ പീരീഡ്സിൻ്റെ ഫസ്റ്റ് ഡേ തൊട്ട് ഒരു 10 ദിവസം വരെ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. ഇഞ്ചക്ഷൻ എടുത്ത് അണ്ടം മെച്ചുറായി കഴിയുമ്പോൾ നമ്മളിത് അനസ്തീഷ്യ കൊടുത്ത് അണ്ടാശയത്തിൽ നിന്ന് ചെറിയ അനസ്തീഷ്യ കൊടുത്ത് നമ്മൾ ആ ഫ്ലൂയിഡിനെ ആസ്പിറേറ്റ് ചെയ്തെടുക്കും. അതിൽ നിന്ന് കിട്ടുന്ന അണ്ടങ്ങളെയാണ് നമ്മൾ ശീതീകരിച്ച് വെക്കുന്നത്. IVF വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണോ? IVF ഒരു പെയിൻഫുൾ ആയിട്ടുള്ള പ്രൊസീജിയർ അല്ല. നമ്മൾ അണ്ടവും ബീജവും ഒരുമിച്ച് ഇൻക്യുബേറ്ററിൽ വെക്കുന്നതേ ഉള്ളൂ. ഈ അണ്ടം എടുക്കുന്ന പ്രോസസ്സിനെയാണ് ഈ പെയിൻഫുൾ ആണോ അല്ലേ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അത് തന്നെയാണ് നമ്മൾ ഈ എഗ് ഫ്രീസിംഗിനും ചെയ്യുന്നത്. അതെ, സെയിം പ്രോസസ്സ്. നമ്മൾ അതിൽ എഗ് ഫ്രീസ് ചെയ്ത് വെക്കുന്നു, ഇതിൽ അണ്ടവും ബീജം കൂടെ ചേർത്ത് ഭ്രൂണമാക്കി ഫ്രീസ് ചെയ്ത് വെക്കുന്നു. അതിനെയാണ് ഫ്രീസ് ചെയ്ത് വെക്കുന്നതിന് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് നമ്മൾ ഈ ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്.